ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെരീസ് സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻറ്റ്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. അതായത് നമ്മൾ ഔട്ടിങ്ങിന് വന്നിട്ടുള്ളത് ദുബായ് ക്രീക്ക് ഹാർബറാണ്. അപ്പോൾ ദുബായ് ക്രീക്ക് ഹാർബറിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണിത്. ചുറ്റും സറൗണ്ടിങ്സ് വിദ പ്രോപ്പർട്ടീസിൻ്റെ കുറേ റെസിഡൻഷ്യൽ ബിൽഡിങ്സാണ്. അതിൻ്റെ നടുവിൽ ഒരു പാലമല്ല, അതിന് നടുവിൽ കുറേ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ താഴോട്ട് പോവുക. അപ്പോൾ ആക്ച്വലി നമ്മൾ ദുബായ് ക്രീക്ക് ഹാർബറിൽ വന്നത് ഇവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്, ഫെറി ബോട്ട് സർവീസും ഉണ്ട്, ഓപ്പൺ ബോട്ട് സർവീസും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് എത്തിയപ്പോൾ രണ്ട് സൈഡിലും കുറേ റെസ്റ്റോറൻറ്റ്സും കഫേസൊക്കെ ഉണ്ട്. ഇവിടെ എത്തിയത് ഒരു 5 മണിക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ. ഞായറാഴ്ച 23-ാം തീയതിയാണ് ഞായറാഴ്ച നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇവിടെ ആരുമില്ല, സത്യം പറഞ്ഞാൽ ഞങ്ങളാവും അവിടുത്തെ ഫസ്റ്റ് വിസിറ്റേഴ്സ് അവിടെ. പക്ഷേ ബോട്ട് സർവീസ് 4 മുതൽ തന്നെ ഉണ്ട് തോന്നുന്നു. എന്തായാലും നമ്മളൊരു 5:45 ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി റെസ്റ്റോറൻറ്റ്സും കഫേസും എല്ലാം ക്ലോസ് ആണ്, ആളുകളില്ല. അത്രയും നമ്മൾ 5 മണിക്ക് എത്തിയിട്ടുള്ള സ്ഥിതിയാണ്. എന്താ വെച്ചാൽ അത്രയും കഠിനമായ ചൂടാണല്ലോ ഇപ്പോൾ UAE നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ നമ്മൾ ഈ വെളിച്ചത്ത് പോയിട്ട് ബോട്ട് സർവീസിൽ പോയിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ദുബായ് ക്രീക്ക് ഹാർബറിൽ ഇത്രയും സമയത്ത് വന്നത്. നിങ്ങൾ 7 മണിക്കൊക്കെ വന്നിട്ടാണ് ഈ ബോട്ട് സർവീസ് ആസ്വദിക്കുന്നത്. നിങ്ങൾക്ക് സത്യം പറഞ്ഞ് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഫുള്ള് ഇരത്ത് ഒന്നും ആസ്വദിക്കാൻ പറ്റും. ഈ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് സഹിച്ചിട്ടാണെങ്കിൽ നിങ്ങളൊരു 5 മണിക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5:45-6 മണിയുടെ ബോട്ട് സർവീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടുന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. ഇവിടുന്ന് ഈ ബോട്ട് സർവീസ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇവിടുന്ന് ദുബായ് ക്രീക്ക് ഹാർബറിൽ നിന്ന് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 തരം ബോട്ടുണ്ട്, ഫെറിയും ഉണ്ട്, ഓപ്പൺ ബോട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടിലും പോയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഓപ്പൺ ബോട്ടിന് 2 ദിർഹംസും ഫെറിക്ക് 4 ദിർഹംസുമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും 2 സൈഡിലും മറവില്ലാത്ത രീതിയിൽ ഈ കാഴ്ചകൾ കാണാനാണ് ഏറ്റവും സുഖം. കാറ്റടിച്ചിട്ട് ഫെറിയിലാകുമ്പോൾ AC ഇരുന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ AC ഉള്ളിൽ ഇരുന്ന് കാണുന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓപ്പണായിട്ട് ഇത് എത്രയും അടുത്ത് നമുക്ക് വെള്ളവും കാഴ്ചകളും പ്രകൃതിയുടെ സൗന്ദര്യവും അടിപൊളി. ദുബായ് ആണല്ലോ, അടിപൊളിയാണ്, നല്ല കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചൂട് കുറച്ച് 7 മണിക്കൊന്നും വന്ന് കയറാൻ നിൽക്കരുത് ഒരിക്കലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെയാണ്, ഒരു കാര്യമില്ല. നമുക്ക് ഈ കാഴ്ചകൾ ഇത്രയും ഭംഗിയിൽ ഇത്രയും മനോഹാരിതയിൽ നിങ്ങൾക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് ഇനി ജസ്റ്റ് ഒരു ഫെറി മാത്രം യാത്ര ആസ്വദിക്കാതാണെങ്കിൽ ഓക്കെ, കാഴ്ചകൾ കാണേണ്ട എന്നാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാനാണെങ്കിൽ ഈ ചെറിയ 2 ദിർഹംസിൻ്റെ ഓപ്പൺ ബോട്ട് എടുത്തിട്ട് പോയാൽ മതി. ഇതാ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകളും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത്യാവശ്യം ചെറിയൊരു നല്ല സ്പീഡും ഇല്ല, ഹൈ സ്പീഡും ഇല്ല, കുറഞ്ഞിട്ടുള്ള സ്പീഡും ഇല്ല, ഒരു മീഡിയം സ്പീഡ് നമ്മളിങ്ങനെ പോയി ഇങ്ങനെ ഒരു കാറ്റൊക്കെ അടിച്ച്. ആക്ച്വലി അവിടെ ദുബായ് ക്രീക്ക് ഹാർബറിൽ നിൽക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ ഈ ബോട്ടിൽ കയറിയപ്പോൾ നല്ല ഇത്തരം കാറ്റുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഞങ്ങൾ ആസ്വദിച്ചു കേട്ടോ. നല്ലൊരു ഇവിടുന്ന് ദുബായ് ക്രീക്ക് ഹാർബർ അത്യാവശ്യം ഒരു 10 മിനിറ്റിൻ്റെ ട്രാവലിംഗും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഷെയ്ഖ് സയദ് റോഡിൻ്റെ ഉള്ള നമ്മുടെ ബുർജ് ഖലീഫയും അങ്ങനത്തെ ബിൽഡിങ്സും കാര്യങ്ങളും, ഇപ്പുറത്ത് അതിലും അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ദുബായ് ക്രീക്ക് ഹാർബറിന്ന് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ട് ഈ ഓപ്പൺ ബോട്ട് എടുത്ത് അങ്ങോട്ട് പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ, അതായത് ഇരുട്ടായിട്ടാണ് അവിടെ തിരിച്ച് വരുന്നത്, 7 മണി 8 മണിക്കാണ് തിരിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെറി സർവീസ് എടുത്തോളൂ. അപ്പോൾ ഫെറിയും ആസ്വദിക്കാം, രണ്ടും. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫെറിയിൽ കയറാത്തവരുണ്ടെങ്കിൽ ഇതുവരെ കേട്ടില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും നിങ്ങൾക്ക് ഓപ്പൺ ബോട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഈ ഓപ്പൺ ബോട്ടിങ് അങ്ങനത്തെ സംഭവം ദുബായ് അബ്രയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. 2 സൈഡിലും ബിൽഡിങ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച. ജസ്റ്റ് 10 മിനിറ്റിൻ്റെ ട്രാവലിങ്ങേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ദുബായ് ക്രീക്ക് ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി പാർക്കിങ്ങിനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചൂടാണെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം വെള്ളവും സ്നാക്സും കൈകളൊക്കെ കാര്യങ്ങൾ പിടിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ഒരു കറക്റ്റ് ഒരു 5:30 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 5:45 6 മണിൻ്റെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 6 മണിക്ക് ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങൾ 5:45 എടുത്തു കഴിഞ്ഞാൽ എവറി 20 മിനിറ്റ്സ് ആണ് ഇവിടുന്ന് ഓരോ സർവീസസ് ഉള്ളത്, എവറി 20 മിനിറ്റ്സ്. അപ്പോൾ 5:45 ഞങ്ങൾ എടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു 5 മണിക്ക് എത്തി അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഒരു 5:45 ആകുമ്പോൾ ടിക്കറ്റ് എടുക്കുക. അല്ലെങ്കിൽ പിന്നെ 6 മണിക്ക് ശേഷം 6:15 മറ്റൊക്കെ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ എന്തായാലും ഈ വെളിച്ചത്ത് നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക, വെളിച്ചത്ത് വന്നിട്ട് ആസ്വദിക്കുക. ഇരുട്ടത്ത് ഒന്നും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങി കാഴ്ചകളെല്ലാം കണ്ട് ദുബായ് ഫെസ്റ്റിവലിൻ്റെ മെറൈൻ ട്രാൻസ്പോർട്ടേഷൻ്റെ അവിടെ നമ്മുടെ ബോട്ട് നിർത്തി നമ്മളിതാ കയറി പോവുകയാണ്.
നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഇതൊന്നും കണ്ടിട്ടില്ലാത്തവരും വളരെ ചുരുങ്ങി വെറും 2 ദിറംസേ ഉള്ളൂ. 4-5 പേരെ പോയാലും ഇപ്പം നമുക്ക് 10-12 ദിറംസ് വരുള്ളൂ. അങ്ങോട്ട് 1 വേക്കാണ് ഈ 2 ദിറംസ് പറയുന്നത്. ഫെറിക്കും 1 വേക്ക് 4 ദിറംസ്. എന്നിട്ട് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും അവിടെ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ രാത്രി ആവും തോറും തിരക്കുണ്ട്. ടിക്കറ്റ് എടുക്കാൻ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ. രാത്രി ആവും തോറും ഇപ്പം നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് ദുബായ് ക്രീക്ക് ഹാർബറിൽ എത്തിയപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു ഇതിൽ കയറാൻ. ചിലപ്പോൾ ആ ക്രീക്ക് ഹാർബറിൻ്റെ ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരാൻ ചിലപ്പോൾ ജോലിക്ക് വരുന്നവരും ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ദുബായ് ക്രീക്ക് ഹാർബറിൽ ഇറങ്ങി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് മാളിൽ കുറച്ച് കയറിയിട്ട് ഒന്ന് തണുപ്പൊക്കെ കൊണ്ടിട്ട് പിന്നീട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ എന്താ പറയുക, ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 23-ാം തീയതിയാണ് നമ്മൾ ആസ്വദിച്ചത് ഈ ബോട്ട് സർവീസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ദിവസം ഫെറിയിൽ മാത്രം കയറാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഫെറിയിൽ പോകാൻ. അപ്പോൾ ഫുൾ ഇരുട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫെറിയിൽ കാര്യമായിട്ടൊന്നും ആസ്വദിക്കാനും പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ വെളിച്ചത്താണെങ്കിൽ ആസ്വദിക്കാം, എന്നാൽ പോലും കാറ്റും ഇതൊന്നും കിട്ടില്ല നമുക്ക്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.